അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ ആരാദ്യം വീഴും? ട്രംപിന്റെ ടൈം ബോംബിനെ തന്ത്രങ്ങൾ കൊണ്ട് നേരിട്ട് ഇറാൻ നിൽക്കുമ്പോൾ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഞങ്ങളുടെ കരുത്തിറ്റ ലിവറേജ് എന്നാണ് ശത്രുക്കൾക്ക് മുന്നറിയിപ്പായിട്ട് ഇറാനിയൻ ജനറൽ പറയുന്നത്. അങ്ങനെ സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായതോടെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കാറായിരിക്കുകയാണ്. ഇനി അടുത്ത നീക്കങ്ങൾ എന്താണ്? നമുക്കറിയാം, സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായതോടെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകും. ആ സമയപരിധി അവസാനിക്കാറായിരിക്കുകയാണ്. ഈ ഒരു യുദ്ധം സൃഷ്ടിച്ച വേദന ആർക്കാണ് കൂടുതൽ കാലം സഹിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ സൈനികവും തന്ത്രപരവുമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഈ മത്സരത്തിൽ മുൻതൂക്കം നേടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇറാന്റെ പ്രഹരശേഷിക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് മുട്ടുമടക്കുകയല്ലാതെ യാതൊരു വിധിയും ഇല്ല. മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ എല്ലാം നഷ്ടപ്പെടുന്നു, സൈനികർ കുറയുന്നു, ഉപരോധ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ആയുധങ്ങൾ കുറയുന്ന ഒരു സാഹചര്യവും. കടുത്ത ബോംബിംഗ് ഭീഷണികൾക്കിടയിലും തങ്ങളുടെ പ്രധാന യുദ്ധലക്ഷ്യമായിട്ടുള്ള എണ്ണവില വർധനവ് നടപ്പിലാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ട്രംപ് ഭരണകൂടത്തിന് മേൽ ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശിക്ഷാ നടപടികളെ ഭയപ്പെടാതെ തന്നെ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം ശ്രദ്ധേയമാണ്. ഇനി ട്രംപ് തന്റെ പരാജയം അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിലും സമയം ഇറാന്റെ പക്ഷത്തല്ല എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇറാന്റെ മേലുള്ള സമ്മർദ്ദം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇറാന്റെ മറുപടി വ്യക്തമാണ്. സമയം തങ്ങളെ തളർത്തില്ല എന്നും മറിച്ച് ശത്രുവിനെ തളർത്താനാണ് തങ്ങൾ അത് ഉപയോഗിക്കുന്നത് എന്നും അവർ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായിട്ടുള്ള അണ്ടർസീ ഡാറ്റ കേബിളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറുന്ന ഈ ഒരു കേബിളുകൾക്ക് നാശമുണ്ടായി കഴിഞ്ഞാൽ അത് ആഗോള ആശയവിനിമയ ശൃംഖലയെ തന്നെ തകർക്കാൻ കഴിയും. ഇത്തരമൊരു അസമമായിട്ടുള്ള യുദ്ധമുറ നേരിടാൻ നാറ്റോ ശക്തികൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരും. സൈനികമായിട്ടുള്ള പോരാട്ടത്തിൽ ഇറാന്റെ നാവികസേന ദുർബലമാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ചെറിയ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാന്റെ രീതി അമേരിക്കൻ നാവികസേനയ്ക്ക് തലവേദന ുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇറാന്റെ ചെറിയ ബോട്ടുകൾ ഒരു വലിയൊരു കപ്പലിനെ എങ്ങനെയാണ് കീഴടക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് പോലുള്ള ഇടുങ്ങിയ പാതകളിൽ ഈ ചെറിയ ബോട്ടുകൾക്ക് ലഭിക്കുന്ന ഹോം അഡ്വാൻറ്റേജ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ പോലും നിസ്സഹായരാക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകളിൽ ഇറാൻ പങ്കെടുത്തത് വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമായിട്ട് തുടരുമ്പോഴും ചർച്ചാമേശയിൽ ഇരിക്കാനുള്ള ഇറാന്റെ തീരുമാനം അവർ ഒരു ഭീഷണിക്കും വഴങ്ങുന്നില്ല എന്നതിന്റെ തെളിവാണ്. അമേരിക്കയുടെ നിബന്ധനകൾക്ക് മുൻപിൽ കീഴടങ്ങാതെ തന്നെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു. ഇനി യുഎയിലെ റുവൈസ് റിഫൈനറിയും സൗദിയിലെ അഖൈഖ് പ്ലാന്റും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളാണെന്ന് ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് മേഖലയിലെ എണ്ണ ഉൽപാദനത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. 2018 ആക്രമണങ്ങളുടെ മുറിവുകൾ ഉണങ്ങും മുമ്പ് തന്നെ ഇത്തരം പുതിയ ഭീഷണികൾ ഉയർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് അകറ്റാൻ ഇറാന് ലഭിക്കുന്ന ആയുധമാണ്. ട്രംപ് ഭരണകൂടം ഇറാനുമായിട്ട് ഉടൻ കരാറിലെത്തുമെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെ പോലുള്ള നേതാക്കൾ ട്രംപ് കള്ളം പറയുകയാണെന്നാണ് തുറന്നടിക്കുന്നത്. ഭീഷണികളുടെ നിഴലിൽ ചർച്ചകൾക്കില്ല എന്ന ഇറാന്റെ ഉറച്ച നിലപാട് അമേരിക്കയുടെ നയതന്ത്രങ്ങളെ പാളിക്കുന്നുണ്ട്. 2015 ആണവ കരാർ ചർച്ചകളിൽ പ്രയോഗിച്ച അതേ സലാമി സ്ലൈസിംഗ് തന്ത്രമാണ് ഇറാൻ ഇപ്പോഴും പയറ്റുന്നത്. അതായത് ഓരോ ഘട്ടത്തിലും ചെറിയ ചെറിയ ഇളവുകൾ നേടിയെടുത്ത് ഒടുവിൽ തങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് അവർ ആടിക്കുന്നു. ഈ ഒരു നയതന്ത്ര വൈദ്യത്തിന് മുന്നിൽ ഒബാമ ഭരണകൂടത്തെ പോലെ ട്രംപ് ഭരണകൂടവും പകച്ചു നിൽക്കുകയാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകൾക്കിടയിലും അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പലുകളെ തടയുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. MV ടൗസ്ക പോലുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ഉപരോധം ലംഘിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ അവർ അമേരിക്കൻ നിയമങ്ങളെ പുല്ലുപോലെയാണ് കാണുന്നത് എന്നതാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഉപരോധം നീക്കം എന്നതാണ് ഇറാന്റെ അടുത്ത പ്രധാന
ലക്ഷ്യം. ട്രംപ് ഇതിനെ വിസമ്മതിക്കുന്നുണ്ട് എങ്കിലും വിപണിയിലെ അസ്ഥിരതയും സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും ട്രംപിനെ കൊണ്ട് ഈ തീരുമാനം മാറ്റിക്കുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. ഇനി ശത്രുവിന്റെ അടുത്ത നീക്കം പ്രവചിക്കാനുള്ള ഇറാന്റെ കഴിവ് അവർക്ക് കരുത്താകുന്നു. ചർച്ചകളുടെ വിശദാംശങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ആഗോള വിപണിയിലെ ചലനങ്ങൾ ഇറാന്റെ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. ഇനി ഇസ്ലാമാബാദിലെ നയതന്ത്ര നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ലോകം ഭയപ്പെടുന്നു. ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ടോ സൈനിക ഭീഷണികൾ കൊണ്ടോ തളർത്താൻ കഴിയാത്ത വിധം ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയവും നയതന്ത്രപരമായിട്ടുള്ള അടിത്തറ ശക്തമാക്കിയിരിക്കുകയാണ്. ഇനി ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങൾ സമാധാനത്തിന് തയ്യാറാണെന്നും എന്നാൽ അത് അന്തസ്സത്തോടെയുള്ള കരാറുകൾക്ക് മാത്രമാണ് എന്നും അവർ തെളിയിക്കുന്നുണ്ട്. അമേരിക്ക ഇത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും സമയവും സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും ഇറാന്. ട്രംപിന്റെ പോരാട്ട വീര്യത്തെക്കാൾ ഇറാന്റെ ക്ഷമയും പ്രായോഗിക ബുദ്ധിയുമാണ് യുദ്ധകളത്തിൽ ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള ഇറാന്റെ ഈ ഒരു നിശബ്ദ വിപ്ലവം ലോകക്രമത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. എന്തായാലും പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള പൂർണ്ണ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞ് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ റസ്തലൈനിക് നടത്തിയ പ്രസ്താവനകൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കേവലം ഒരു ജലപാതയല്ലെന്നും മറിച്ച് ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ശത്രു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതിനുമുള്ള ശക്തമായിട്ടുള്ള ലിവറേജ് ആയിട്ട് രാജ്യം ഇതിനെ ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിൽ 25-ന് നടന്ന സൈനിക സമ്മേളനത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറാന്റെ സായുധ സേനയുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾക്കും കരുത്തുറ്റുള്ള മാനേജ്മെന്റിനും കീഴിലാണ് ഇന്ന് ഹോർമുസ് കടലിടുക്കെന്ന് ജനറൽ തലൈനിക് അവകാശപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും വിഘാതം നിൽക്കുന്ന ശക്തികളെ നേരിടാൻ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. ഒമാൻ ഉൾക്കടലിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ച ശത്രു സൈന്യങ്ങൾ ഇറാനിയൻ സൈന്യത്തിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് മുന്നിൽ ആവർത്തിച്ച് പിൻവാങ്ങേണ്ടി വന്നതായിട്ടും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് ഇറാന്റെ സൈനിക വീര്യത്തിന്റെ തെളിവായാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ഇനി രാജ്യത്തിന്റെ പക്കലുള്ള മിസൈൽ ശേഖരത്തെക്കുറിച്ചും ജനറൽ തലൈനിക് വിസ്മയകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി. ഇറാന്റെ കൈവശമുള്ള അതിശക്തമായിട്ടുള്ള മിസൈലുകളിൽ ഭൂരിഭാഗവും ഇതുവരെ ഒരു യുദ്ധവേളയിലും പുറത്തെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത്രയേറെ കാര്യങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. അതായത് ശത്രുക്കളുടെ ഏതൊരു വലിയ നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള വൻ ആയുധ ശേഖരം ഇറാന്റെ പക്കൽ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം സൂചന നൽകുന്നത്. അധിനിവേശ പ്രദേശങ്ങളുടെ വ്യോമപാതയിൽ തങ്ങളുടെ സായുധ സേനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും അത് വെടിനിർത്തലിന് ശേഷം തുടരുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ ജനതയുടെ ഐക്യവും രാജ്യസ്നേഹവുമാണ് സൈന്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് ഇറാൻ കരുതുന്നു. ബേലി ക്യാമ്പയിനിൽ 30 ദശലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തത് ലോകത്തിന് തന്നെ അത്ഭുതമാണെന്നും ജനറൽ ചൂണ്ടിക്കാട്ടി. രാജ്യത്തിനുള്ളിൽ അസ്ഥിരതയും കുഴപ്പങ്ങളും സൃഷ്ടിക്കാൻ ബാഹ്യശക്തികൾ ശ്രമിച്ചെങ്കിലും ഇറാനിയൻ ജനതയുടെ ജാഗ്രതയും ബാസിജ് സുരക്ഷാ സേനയുടെ കഠിനാധ്വാനവും ആ പദ്ധതികളെല്ലാം തകർത്തെറിഞ്ഞു. ഇന്ന് രാജ്യങ്ങളും മുമ്പത്തെക്കാളും സുരക്ഷിതവും സമാധാനപരവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫും ഇതേ നിലപാട് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും സമാധാന കരാറുകൾ ലംഘിക്കുന്നതായിട്ടും ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദികളാക്കാൻ ശ്രമിക്കുന്നതായിട്ടും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അമേരിക്കയുടെ നാവിക ഉപരോധങ്ങൾക്കെതിരെയും ഇസ്രയേലിന്റെ യുദ്ധത്തോടുള്ള ആർത്തിക്കെതിരെയും ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നാണ് രാജ്യത്തിന്റെ നിലപാട്. ഇനി സൈനിക ഭീഷണികൾ കൊണ്ടോ ഉപരോധങ്ങൾ കൊണ്ടോ തങ്ങളുടെ ലക്ഷ്യങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും സമീപകാലത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നടത്തിയ നടപടികൾ തങ്ങളുടെ കടലിൽ ആർക്കും കടന്നു കയറാൻ അനുവാദമില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ച 2 ചരക്ക് കപ്പലുകൾ ഇറാനിയൻ സൈന്യം തടഞ്ഞു നിർത്തി തീരത്തെത്തിച്ചത് വലിയ വാർത്തയായിരുന്നു. ഗ്രീക്ക് നിയന്ത്രണത്തിലുള്ള എപ്പാമിനോഡാസ് എന്ന കപ്പലിനെതിരെയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിരുന്നു. സ്വന്തം ജലപാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ കാണിക്കുന്ന കൃത്യതയാണ് ഇത്തരം നടപടികളിലൂടെ പ്രതിഫലിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ ആരംഭിച്ച സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്തരത്തിൽ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. അമേരിക്കൻ സേന ഒരു ഇറാനിയൻ ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ ഓയിൽ ടാങ്കറിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ പ്രകോപനപരമായിട്ടുള്ള നടപടികൾക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകാൻ ഇറാൻ രംഗത്തെത്തിയത്. എന്തായാലും തങ്ങളുടെ വിഭവങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ഹോർമുസ് കടലിടുക്ക്
വഴി കടന്നു പോകുന്ന ആഗോള എണ്ണ വിതരണത്തെ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കുമെന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. എന്നാൽ തന്റെ രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇറാന്റെ പക്ഷം. സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക ഇസ്രായേൽ ശക്തികളുടെ കുതന്ത്രങ്ങളെ തകർക്കാൻ ഇറാനിയൻ സൈന്യം സജ്ജമാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ഇറാനിലെ ജനങ്ങളുടെയും സൈനികത്തിന്റെയും ഇടയിലുള്ള ആത്മബന്ധത്തെ ഒരു സാമൂഹിക അത്ഭുതം എന്നാണ് ജനറൽ വിശേഷിപ്പിച്ചത്. വെടിനിർത്തലിന് ശേഷം ജനങ്ങൾ ഒത്തുകൂടിയതും രാജ്യത്തിന്റെ നയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും ഭരണകൂടത്തിന് വലിയ അമിത ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആഭ്യന്തരമായിട്ട് തകർച്ചയുണ്ടാകുമെന്ന് സ്വപ്നം കണ്ട ശത്രുക്കൾക്ക് നിരാശപ്പെടേണ്ടി വരുന്നു എന്നതും രാജ്യം ഇപ്പോൾ കൂടുതൽ സ്ഥിരതയുള്ള അവസ്ഥയിലാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇറാന്റെ കരുത്തുറ്റ നിലപാട് നിർണായകമാണ്. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ അപ്രമാദിത്വം ആവർത്തിച്ചുറപ്പിക്കുന്നതിലൂടെ മേഖലയിലെ സമാധാനം തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി മാനിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. അമേരിക്കൻ ഇസ്രായേൽ ശക്തികൾ എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ചുവടുറപ്പിച്ച് തന്നെ നിലനിൽക്കുമെന്ന ഇറാന്റെ വാക്കുകളാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്.